ഹൈജീൻ ഹൈജീൻ. ജാസ്മിൻ ചെരിപ്പിടാറില്ലേ? അങ്ങനെയാണോ? നിന്റെ അപ്പൻ വിശ്വസിച്ചു. നമസ്കാരം. ഏഷ്യാനെറ്റിൻ്റെ പ്രോമോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. രാവിലെ കുറച്ച് ചുറ്റുപാടുകളൊക്കെ ആയി, അതുകൊണ്ടാണ് സൺഡേക്കല്ലേ, അപ്പോൾ കുറച്ച് പരിപാടി ആയതുകൊണ്ടാണ് ലേറ്റായി പോയി. എന്തായാലും ഏഷ്യാനെറ്റ് സ്ക്രിപ്റ്റ് അടിച്ച് 7 ട്രെൻഡിങ്ങിൽ 7 എത്തിച്ചിരിക്കുന്നു ഈ പ്രോമോ. അത് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും, കാരണം ചിലപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം കൂടി വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഇത് 7 ട്രെൻഡിങ്ങിൽ എത്തിയില്ലെങ്കിലേ അതിശയമുള്ളൂ. പിന്നെ മഹാഭാഗ്യം ലാലേട്ടന് കുറച്ചൊരു സമാധാനം ഉണ്ടാവും, കാരണം ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞത് മുതൽ ഈ പ്രൊമോ വരുന്നത് വരെ കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും പ്രൊമോ വന്നതിന് ശേഷം. അല്ലാതെ ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരുടെ ഭാഗത്തുനിന്നും നാനാഭാഗങ്ങളിൽ നിന്നും തെറികൾ ഏറ്റുവാങ്ങി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കുറച്ച് കമൻസ് വായിച്ചു, ഞാൻ ആ കമൻസും നോക്കാം. നമുക്ക് വേറെ 1-2 കാര്യങ്ങളോട് പറയാനുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പ്രൊമോ കണ്ട് ഞെട്ടിയോ എന്നൊക്കെ. ഈ പ്രൊമോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരു പക്ഷേ ഇത് പ്രേക്ഷകരെ, ഇന്ന് വൈകുന്നേരം വരെ ഇരിക്കുന്ന പ്രേക്ഷകരെ ഒന്ന് തണുപ്പിക്കാനുള്ള സിറ്റുവേഷൻ ആയിക്കൂടായില്ല, പറയാൻ പറ്റില്ല. കാരണം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രിപ്റ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഷോ ആണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ ചോദിക്കാണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ സീരിയസ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ ജിൻഡോനെ വളരെ മോശമായിട്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കേട്ടോ. അതിന് കുറച്ച് പേര് എനിക്ക് കമൻറ്റ് ഇട്ടു, ഞാൻ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തില്ല. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ പറഞ്ഞതാണ്, അതായത് മറ്റേ നമ്മളെ ജിൻഡോനെ പറഞ്ഞത് കരിഞ്ഞ മത്സ്യകന്യകൻ. അതെന്താ പറയുക, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ യഥാർത്ഥ സ്വഭാവമാണ് അതിൻ്റെ ഉള്ളിൽ വരിക. യഥാർത്ഥത്തിൽ നമ്മൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് അതാണ് പുറത്തേക്ക് വരിക. അതിപ്പോൾ സിബിൻ്റെ ആണെന്നുണ്ടെങ്കിലും ജാസ്മിൻ്റെ ആണെന്നുണ്ടെങ്കിലും നോറയുടെ ആണെങ്കിലും ആരുടെ ആണെന്നുണ്ടെങ്കിലും അവരുടെ യഥാർത്ഥ സ്വഭാവമാണ് പുറത്തേക്ക് വരിക എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇവർ ഈ രീതിയിലൊക്കെയുള്ള ചേഷ്ടകളും ഗോഷ്ഠികളും അതിനേക്കാളും കൂടുതൽ സംസാരം. സിബിൻ്റെ ആ ഒരു ആക്ഷൻ മോശമാണ്, പക്ഷേ അതിലേക്ക് എത്തിച്ചൊരു സംഭവം കൂടി മറക്കാൻ പറ്റില്ല നമുക്ക്, കാരണം അത്രയും വളരെ മോശമായിട്ടുള്ള ഡയലോഗുകൾ ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടാണ്. വാട്ട് എന്താണെന്നുണ്ടെങ്കിലും സീരിയസ് ആയിട്ട് ഇതിൻ്റെ ഇടയിൽ കുറച്ച് കമൻസ് ഇട്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ സീസണിൽ എപ്പിസോഡുകളെക്കാളും കാത്തിരിക്കുന്നത് ലാലേട്ടൻ വരുന്ന ശനി ഞായറാണ്. സീരിയസ് ആയിട്ട് കേട്ടോ, കാരണം വെച്ചാൽ ഈ സീസണിൽ നല്ല എല്ലാ സീസണും അതെ, പക്ഷേ കഴിഞ്ഞ സീസണിലൊക്കെ എന്താ വെച്ചാൽ നമ്മൾ മാരാര് നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയതുകൊണ്ടും മാരാര് ലാലേട്ടൻ വന്നിട്ട് എല്ലാ ആഴ്ചയും വന്ന് കുടയുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് സീസൺ നമുക്ക് കുറച്ചൊരു ബോറായി തുടങ്ങിയിരുന്നത്. ഏറ്റവും രസമായത് ഇപ്പം ടാലിയായി, സിബിൻ ചെയ്തത് തെറ്റ്, മുല്ലപ്പൂ ചെയ്തതും തെറ്റ്, സാറ്റിസ്ഫാക്ഷൻ ബട്ടൺ 14,000 ലൈക്കുള്ളൊരു കമൻറ്റ് കേട്ടോ. അതായത് അതുപോലെ ഒരുപാട് കമൻസ് ഞാൻ അധികം വായിക്കുന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും ഇന്നത്തെ ഒരു പ്രൊമോ എനിക്ക് പ്രൊമോ കണ്ടിട്ട് കാര്യമായിട്ടുള്ളൊരു സംഭവം ഇതിൽ തോന്നുന്നില്ല. കാരണം ചോദിക്കണമായിരുന്നുവെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചോദിക്കാനുണ്ട്. പിന്നെ എന്താ വെച്ചാൽ എപ്പോഴും പ്രൊമോ നമ്മളിൽ മിസ്ലീഡിങ് ആയിരിക്കാം. ഒരു പക്ഷേ ചിലപ്പോൾ ഇന്നലത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലത്തെ ആ ഒരു ഷോ കണ്ടിട്ട് സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക്, ഒരു മെജോറിറ്റി പ്രേക്ഷകർക്ക് കുരു പൊട്ടുന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുരു പൊട്ടുന്ന പ്രേക്ഷകരെ തണുപ്പിച്ച് പഴയ ട്രാക്കിലേക്ക് കൊണ്ടുവരണം. ഈ ബിഗ് ബോസ് ഷോ എന്നല്ല ഏതൊരു ഷോൻ്റെയും കാണുന്ന നിഷ്കളങ്കരായിട്ടുള്ള ഒരു നല്ലൊരു വിഭാഗം പ്രേക്ഷകരുണ്ട്. അവരുടെ പരിപാടി എന്ന് വെച്ചാൽ പഴയത് മറക്കും അല്ലേ, ഒക്കെ മറന്നിട്ട് പിന്നെ വീണ്ടും ഇത് കാണാൻ തുടങ്ങും. കാരണം നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മറക്കും. ആ ഒരു സംഭവമാണ് കാണുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഒരു കാര്യം പറയാം, പുറത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ അവർ കളിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പുറത്തൊരു പാരലൽ വേൾഡ് ഉണ്ടെന്നുള്ളത്. പാരലൽ വേൾഡിൽ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ജാസ്മിൻ ജാഫറിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പുകളുണ്ട്, ഒഫീഷ്യൽ ഫാൻ പേജസ് ഉണ്ടെന്നുള്ളത് ഇന്നലെ മിനിയാന്ന് മുതൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറയാതിരുന്നതാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എനിക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അധികം ദിവസങ്ങളിലെ മണിക്കൂറുകളിൽ ചിലപ്പോൾ എനിക്ക് 1-2 കാര്യങ്ങൾ പറയേണ്ടി വരും വളരെ സീരിയസ് ആയിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിനുള്ളിൽ കണ്ടിട്ടുള്ള ജാസ്മിൻ ജാഫറിനെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ അത്രയും തുറന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളത്, വളരെ ക്ലിയർ ആയിട്ട് ഇഷ്ടമല്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് അവർ കാണിക്കുന്ന പ്രവൃത്തി കൊണ്ടാണ് അത് നമുക്ക് അത് പറയാനുള്ളൊരു ചാൻസാണ്, അല്ലെങ്കിൽ ഒരു വേദിയാണ് ഈ ഒരു ചാനൽ. നിങ്ങൾക്കും കേൾക്കാം, ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള നിങ്ങൾക്കും അതിനോട് യോജിക്കുന്ന ആൾക്കാർ എന്നൊക്കെ വന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള അർത്ഥം, അതിൻ്റെ അർത്ഥം നമ്മളെ വളരെ മോശമായിട്ട് സൈബർ ബുള്ളി ചെയ്യുക, പിന്നെ ഈ ചാനലൊക്കെ കളയുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ നടക്കുന്നത് കണ്ടു. നമ്മുടെ ചാനലിനൊക്കെ ഇതാക്കി കളയുന്നുണ്ട്, എന്തൊക്കെയോ ആ രീതിയിലൊക്കെ. പക്ഷേ അങ്ങനെ എന്ത് സംഭവം ഉണ്ടെങ്കിൽ കൂടി ഞാൻ ഇതിന് മുന്നേ എൻ്റെ ഒരു വീഡിയോയിലും പല വീഡിയോസിലും പറഞ്ഞൊരു കാര്യത്തിലേ ഉള്ളൂ, നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞാൽ ഇനി ആര് ജാസ്മിൻ ജാഫറിനെന്നല്ല നോറയുടെ അത്ര ഒരു സംഭവമില്ല. കാരണം നോറയെക്കുറിച്ച് ഞാൻ വളരെ മോശമായിട്ടല്ല എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജാസ്മിനെ പറയുമ്പോൾ മാത്രം എന്താ ഇത്ര എന്താ പറയുക, പേഴ്സണൽ അറ്റാക്കുകൾ ഭയങ്കര സിവിയറായിട്ട് വരിക. കാരണം വെച്ചാൽ ഈ കമൻറ്റൊക്കെ കുറച്ചൊക്കെ മോഡറേറ്റഡ് ആയിട്ട് വെച്ചുകൊണ്ടാണ് അധികം കാണാത്തത്. കാരണം ജാസ്മിൻ ജാഫറിൻ്റെ ആർമി ഫാൻ പേജസ് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളെ പുറകെ കൂടിക്കൊണ്ടിരിക്കുകയാണ്.
അറിയില്ല, നമുക്ക് നമ്മുടെ ചാനലിൻ്റെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ പറയാനുള്ളത് കാര്യങ്ങൾ എന്ത് വന്നാലും പറയും, അതിൽ യാതൊരുവിധ സംശയമില്ല. അത് നിഷ്പക്ഷമായിട്ട് തന്നെയാണ്. നിഷ്പക്ഷം എന്ന് പറഞ്ഞൊരു പക്ഷമല്ല, എന്തെങ്കിലും ഒരു പക്ഷം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇത്രേ പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ജാഫറിൻ്റെ പക്ഷമല്ല ആവുമെന്നും പ്രതീക്ഷിക്കാനില്ല. ഇനിയിപ്പോൾ അത് വിന്നർ ആയാൽ പോലും അതാവും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. അത്രമാത്രം പറയുന്നു. ബാക്കി വരുന്നൊരു വീഡിയോയിൽ 1-2 കാര്യങ്ങളും കൂടി പറയാം.